സോ നമുക്ക് അരിത്തമെറ്റിക് മീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, sum of the deviations of individual items from the arithmetic mean is always 0. This means sigma x minus x bar equal to 0. ഇപ്പം നമ്മൾ equal to 0. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു 10 നമ്പേഴ്സ് x1 x2 x3 x4 അങ്ങനെ x10 വരെ. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 അപ് ടു x10 ഹോൾ ഡിവൈഡഡ് ബൈ 10 എന്നാണ്. അപ്പം ഇതിൻ്റെ ഓരോ വാല്യൂ x1 മൈനസ് ഇതിൻ്റെ ആവറേജ് പ്ലസ് x2 മൈനസ് ഈ ആവറേജ്, അങ്ങനെ xn മൈനസ് എക്സ് ബാർ അതിൻ്റെ ഒരു സം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത്, സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് മിനിമം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ x1 തൊട്ടിട്ട് x10 വരെ, അതിപ്പോൾ നമ്മൾ അതിൻ്റെ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ, ഈ അരിത്തമെറ്റിക് മീനിൽ നിന്ന് ഈ x1 മൈനസ് എക്സ് ബാറിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയാം. മീനിൽ നിന്ന് ഇൻഡിവിജ്വൽ വാല്യൂവിന് എത്ര വ്യതിയാനമുണ്ട്, സോ അതിനെ ഡീവിയേഷൻ എന്ന് നമ്മൾ പറയാം. അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ ഹോൾ സ്ക്വയർ, അതിൻ്റെ സിഗ്മ എന്ന് വെച്ചാൽ അതിൻ്റെ സം, അതായത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ്, അങ്ങനെ ഓരോന്നിൻ്റെയും x1 മൈനസ് എക്സ് ബാർ എന്ന് പറയണത്, അത് x2 മൈനസ് എക്സ് ബാർ എന്ന് പറയണത്, x3 മൈനസ് എക്സ് ബാർ എന്ന് പറയണത്, അങ്ങനെ മീനിൽ നിന്ന് ഈ ഓരോ ഡീവിയേഷൻ എടുക്കുമ്പോൾ അതാണ് മിനിമം വരിക. നമ്മളിപ്പോൾ അതങ്ങനെയാണല്ലോ, മീൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്നാണ്. എന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാത്തിൻ്റെയും ഒരു നടുക്കുള്ള വാല്യൂ പോലെയാണ്. അപ്പം ആ വാല്യൂവിൽ നിന്ന് മീനിൽ നിന്ന് ആ വാല്യൂവിലേക്കായിരിക്കും എപ്പോഴും മിനിമം. വേറെ നമ്മൾ ഏത് വാല്യൂ എടുത്താലും ദാറ്റ് മൈനസ് ദ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. അതായത് x1 മൈനസ് എക്സ് ബാർ ആയിരിക്കും എപ്പോഴും മിനിമം, x2 മൈനസ് എക്സ് ബാർ മിനിമം ആയിരിക്കും. പക്ഷെ നമ്മൾ x1 മൈനസ് x2 എന്നോ x2 മൈനസ് അത് ഹയർ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ആസ് അരിത്തമെറ്റിക് മീൻ ഇസ് based on all items in a series, change of a single ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് എനി ഐറ്റം വിൽ ലീഡ് ടു, അത് നമുക്കറിയാം. 10 ഇതെണ്ണുണ്ട്, 1 2 3 4 5 6 അങ്ങനെ 10 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടോ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടോ ഒക്കെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. സോ ഇൻഡിവിജ്വലി ഓരോ വാല്യൂയും ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് കൊണ്ട് ഒരു വാല്യൂവിൽ ചെറുതായിട്ടൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അരിത്തമെറ്റിക് മീൻ മാറും. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ്. In the case of highly skewed distribution, arithmetic mean may get distorted on account of few items with extreme values. In such a case, it may cease to be the representative characteristics of the distribution. നമ്മൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഒരു മെഷറായിട്ട് അരിത്തമെറ്റിക് മീനിനെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് കേൾക്കുമ്പോൾ ആ മൊത്തം ഏതൊക്കെ സംഭവങ്ങളുടെ അരിത്തമെറ്റിക് മീനാണോ നമ്മൾ എടുത്തത് അതിൻ്റെ ഒരു കോമൺ റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ക്ലാസ്സിൽ ഒരു 100 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 10 സ്റ്റുഡൻസിനെ എടുക്കുക. ഈ 10 സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ, അപ്പോൾ ആ മാർക്കുകൾ എല്ലാം കൂടി ആഡ് ചെയ്തു, പ്ലസ് ഡിവൈഡഡ് ബൈ 10 ചെയ്തു, അപ്പോൾ നമുക്കൊരു 30 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറയും ആ ക്ലാസ്സിൽ ഒരു ആവറേജ് മാർക്ക് 30 എന്ന് വെച്ചാൽ കുട്ടികൾ ഏകദേശം ഒരു 30 ആണ്. അപ്പോൾ നമുക്ക് ആ മൊത്തം ക്ലാസ്സിനെ ആ മാർക്കിൻ്റെ ബേസിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. നേരെ മറിച്ചിട്ട് 0 മാർക്ക് കിട്ടിയൊരു കുട്ടി അതിലുണ്ട്, അല്ലെങ്കിൽ 100ൽ 100 മാർക്ക് കിട്ടിയൊരു കുട്ടിയുണ്ട്. അപ്പം ആ ഒരു വാല്യൂ ഇതിലേക്ക് കൂടെ ചേരുമ്പോൾ അരിത്തമെറ്റിക് മീനിൽ വല്ലാത്ത ഡിഫറൻസ് വരും. ഇപ്പോൾ 0+ ഇപ്പോൾ ഒരു കുട്ടിക്ക് 20, ഒരു കുട്ടിക്ക് 25, ഒരു കുട്ടിക്ക് 35, ഒരു കുട്ടിക്ക് 55 അങ്ങനെ കിട്ടുന്നതിലും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു കുട്ടിക്ക് 0, ഒരു കുട്ടിക്ക് 12, ഒരു കുട്ടിക്ക് 100 അങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ
നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്നാ പറയുക. ഒരു എക്സാമിൽ 0 മാർക്ക് കിട്ടാനും ഉള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ട് അത് രണ്ടും എക്സ്ട്രീം വാല്യൂസ് ആണ്. എക്സ്ട്രീം വാല്യൂസ് ഒരു അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതിൽ 1 or 2 വരികയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ സ്ക്യൂഡ് എന്നാ പറയുക. ആ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതൊരിക്കലും നോർമൽ അല്ല. നമുക്ക് മീൻ കറക്റ്റ് നടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കില്ല. ഇറ്റ്സ് സ്ക്യൂഡ്. ഒന്നെങ്കിൽ 0ന്റെ വശത്തേക്ക് അല്ലെങ്കിൽ 100ന്റെ വശത്തേക്ക് ഒരു ചെരിവുണ്ടായിരിക്കും. കാരണം എക്സ്ട്രീം വാല്യൂസ് ഉണ്ട്. അങ്ങനെ എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീനിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെ മെത്തേഡുകൾ നോക്കേണ്ടി വരും. ഇനി അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, യുണീക്കാണ്. നമുക്ക് കുറച്ച് ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക, മിഡ് വാല്യൂ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ കാൽക്കുലേഷൻസ് വരുന്നുള്ളൂ. ഓരോ ഡേറ്റയും ഡേറ്റ സെറ്റിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കറക്റ്റ് നമുക്ക് ഒരു ഡേറ്റയും ഇഗ്നോർ ചെയ്തു എന്നുള്ളൊരു പ്രശ്നം വരില്ല. സാമ്പിൾ സൈസ് വളരെ കുറവേ ഇതിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സാമ്പിൾസ് സെയിം പോപ്പുലേഷനിൽ നിന്ന് ഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓരോരോ വാല്യൂവിനെ എടുത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാണുന്നത്. ഒരു 50 പേരുള്ളതിൽ 10 പേരെടുക്കുകയാണെങ്കിൽ ആ 10 പേരെയും നമ്മൾ അവരുടെ ഓരോ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇതിനെ പോലും മാറ്റി നിർത്തുന്നില്ല. അതുകൊണ്ട് സാമ്പിൾ സൈസിന് വളരെ എത്ര സാമ്പിൾ എടുക്കുന്നോ സാമ്പിൾ മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ സാമ്പിൾ സൈസ് ലീസ്റ്റ് ഇഫക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് എന്ത് ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും അരിത്തമെറ്റിക് മീൻ വെച്ചിട്ട് നമ്മൾ കുറേ വേറെ പല ഇൻ്റർപ്രിട്ടേഷൻസും നമുക്ക് നടത്താം. ആവറേജ് ഇങ്ങനെയാണ്, വേറെന്തെല്ലാം സംഭവങ്ങൾ ഈ അരിത്തമെറ്റിക് മീൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. അരിത്തമെറ്റിക് മീൻ ഈസ് യൂസ്ഫുൾ ഫോർ പലപ്പോഴും 2 ക്ലാസ്സിലെ കുട്ടികളുടെ ആ മാർക്കുകൾ ആവറേജ് കണ്ട് പിടിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ആവറേജസ് 40, വേറൊരു ക്ലാസ്സിൻ്റെ 20. അപ്പോൾ തീർച്ചയായിട്ടും 40 ആവറേജ് കിട്ടിയ ക്ലാസ്സിലെ കുട്ടികളാണ് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. സോ ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊരു തിയറി പോർഷനാണ്. നമുക്ക് BNM പോലത്തെ ഒരു പ്രൊതിൽ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്കിത് എഴുതാൻ അറിയണം. സോ എന്താണ് അരിത്തമെറ്റിക് മീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇനി അരിത്തമെറ്റിക് മീനിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഓപ്പൺ എൻഡഡ് ഇൻ്റർവൽ, അതായത് 0 to 10, 10 to 20 എന്നൊക്കെ പറയുന്നത് ക്ലോസ്ഡ് ആണ്. അതാണ് ഇൻ്റർവെൽ. നേരെ മറിച്ചിട്ട് ഒരു എക്സാമ്പിള് ഇപ്പോൾ 91 and above എന്ന് പറയുമ്പോൾ നമുക്ക് 91നെക്കാട്ടിലും ഒരുപാട് സംഖ്യകളുണ്ടല്ലേ. അപ്പം നമുക്കതിൽ നിന്ന് കറക്റ്റ് ഒരു ക്ലാസ്സിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ 0 to 10, 10 to 20, 20 to അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരുമ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ്, അനദർ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ഇഫ് ദർ ആർ ഔട്ട്ലൈനേഴ്സ്, that is very extreme values in the data set, it ceases to be the representative of data set. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു, ഒരു അരിത്തമെറ്റിക് മീൻ 50 എന്ന് പറയുമ്പോൾ ആ ഒരു മൊത്തം ഡേറ്റയുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓൺ ആൻ ആവറേജ് ദ ക്ലാസ് മാർക്സ് ഓഫ് സെക്കൻഡ് BBA ഈസ് 50 എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും ഒരു ആവറേജ് കുട്ടികളാണ് എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് അതിന്ന് എത്താൻ പറ്റുന്നത് അല്ലേ. നേരെ മറിച്ചിട്ട് ഭയങ്കരമായിട്ട് പഠിക്കുന്ന 2 കുട്ടികളും ഒട്ടും മാർക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത 2 കുട്ടികളും കൂടി ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ ആവറേജ് സമയത്ത് നമ്മൾ ഇവരുടെ മാർക്കിൻ്റെ ഇത് കാരണം നമ്മുടെ ആവറേജ് മാറിപ്പോവും. അപ്പോൾ ചിലപ്പോൾ 72.5 എന്നൊക്കെ വരും. ചിലവർ 0 വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആവറേജ് ഇവരെല്ലാവരും എബോവ് ആവറേജ് കുട്ടികളാണെന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. അപ്പം അതൊരു അരിത്തമാറ്റിക് മീനിൻ്റെ ഒരു വലിയ ഡിഫറൻസ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, 5 എംപ്ലോയീസിൻ്റെ ഇൻകം 1000, 1200, 1800, 2500, 6000. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ 2500 ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2500 ആവറേജ് ആണ്. വെറും 1000, 1200
1800 വരെ കിട്ടുന്ന ആൾക്കാർ. ഇനി ഇപ്പം നമ്മൾ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ നമ്മൾ 6000 പകരം ഇത് 600 ആക്കുകയാണെങ്കിൽ അപ്പോൾ ആവറേജ് സാലറി 1420 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂവിനെക്കാട്ടിലും ഒരുപാട് കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അത്തരം കേസുകളിൽ നമുക്ക് ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുമ്പോൾ അതിന് പരിധികൾ വരണം. ഔട്ട്ലൈനിൽ നിൽക്കുന്ന എക്സ്ട്രീം വാല്യൂസ് വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡേറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പലപ്പോഴും അരിത്തമെറ്റിക്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ട്. 1000 ഒബ്സർവേഷൻ അല്ലെങ്കിൽ 100 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയണം അത്ര എളുപ്പമല്ല. നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്ത് പിന്നെ ഈവൻ ഇനിയിപ്പോൾ അത് എന്താ പറയുക അതിനൊക്കെ ഒരു ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസോ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് എങ്കിൽ പോലും ഇഫ് യു ഹാവ് മെനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എന്തിനാ പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും ഡിസഡ്വാൻറ്റേജസിൽ നിന്നുമാണ് പിന്നീട് നമ്മൾ മറ്റ് പലതരത്തിലുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലേക്കും പോകുന്നത്. അരിത്തമെറ്റിക് മീനിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിൽ നിന്നാണ് മറ്റേതെങ്കിലും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലേക്ക് നമുക്ക് എത്താൻ പറ്റണേ. സോ അതാണ് ഇങ്ങനൊരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കുന്നത് കൊണ്ടുള്ളൊരു അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് കൊണ്ടുള്ളൊരു